എങ്ങനെയാണ് കൈറ്റ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ്. ഞാനിത് ഇതിനകത്ത് വിർച്വൽ ബോക്സിനകത്തൂടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കൈറ്റ് ന്യൂ ലിനക്സിന്റെ പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇറങ്ങിയിരിക്കുന്നത്, ഉബുണ്ടു 22.4 ബേസ്ഡ്. അപ്പം അതിനാദ്യം നമ്മൾ കൈറ്റ് ജെന്യു ലിനക്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റിൽ പോവാണ്. ഇതാണ് പുതിയ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിന്റെ ഇൻസ്റ്റാളേഷൻ ഗൈഡാണ് ഇവിടെ PDF കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പൊതുവെ ഇത് ലിനക്സിന്റെ ഒക്കെ കമ്പ്യൂട്ടർ ലൈക്ക് IT ലാബിലുള്ള ഏസറിന്റെ കമ്പ്യൂട്ടറിനകത്ത് ലാപ്ടോപ്പിനകത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന. സോ വിർച്വൽ ബോക്സിലായതുകൊണ്ട് നമ്മൾ അത്ര പേടിക്കേണ്ടതായില്ല. സോ ഞാനത് മാറ്റി വയ്ക്കുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ISO ഞാൻ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരെ വിർച്വൽ ബോക്സ് എടുക്കുവാണ്. അതിനകത്ത് നമ്മൾ തുടങ്ങുമല്ലേ, അപ്പോൾ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. തൽക്കാലം ഞാൻ ഉബുണ്ടു എന്ന് കൊടുക്കുമ്പോൾ തന്നെ അതിന് പ്രിസൈസ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു ഇത് ഉബുണ്ടു 64 ബിറ്റ് ആണ് എന്ന്. അപ്പോൾ എനിക്ക് അത് തന്നെയാണ് വേണ്ടത്. സോ ഇത്രയും കൊടുത്തു. ഇനി നമ്മൾ സെറ്റിംഗ്സിലാണ് പോകേണ്ടത്. സെറ്റിംഗ്സിൽ പോയിട്ട് ആദ്യം തന്നെ നമ്മളെ സിസ്റ്റത്തിനകത്ത് മെമ്മറി ഇതിനകത്ത് 2 GB ഉണ്ട്. ഞാനിപ്പോൾ അതിനെ 4 GB ആക്കുന്നു. 4096 അതാണ് കറക്റ്റ്, 4 GB. പ്രോസസ്സർ ഒരു 3 CPU കൊടുക്കും. ഓക്കെ. സ്റ്റോറേജ് ഇവിടെ കൺട്രോളർ ID നടക്കുന്നതിന്റെ താഴെ MT ഇല്ലേ, അവിടുത്തെ ഡിസ്ക് ഫയൽ 2 പ്രാവശ്യം നോക്കിയായി. ചൂസ് ഡിസ്ക് ഫയൽ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് കൈറ്റ് ജെന്യു ലിനക്സ് സെലക്ട് ചെയ്യുക. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. നമ്മൾ അതിന്റെ ISO ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അല്ല അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഓക്കെ. ബോക്സ് കൊടുക്കുന്നത് ഈ രണ്ടിനകത്തൊന്നും നോക്കണ്ട, അത് വെറുതെ എന്റെ ഇതാക്കി കൊടുത്താൽ മതി. നമ്മൾ മുമ്പ് സ്റ്റാർട്ട് ആവുകയാണ്. അങ്ങനെ സോ ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലാംഗ്വേജും കീബോർഡിലോട്ടൊക്കെ കറക്റ്റാ. കണ്ടിന്യൂ കൊടുക്കും. നോർമൽ ഇൻസ്റ്റാളേഷൻ ഡൗൺലോഡ് അപ്ഡേറ്റ്സ് വൈ. ഓക്കെ, അതൊക്കെ കണ്ടിന്യൂ കൊടുക്കാം. ഇത് ഇവിടെ റിക്വയർ ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പാസ്വേഡ് വല്ല മറന്നു പോയാലോ, ലോഗിൻ ഓട്ടോമാറ്റിക്കലി കൊടുത്താൽ ചിലപ്പോൾ അത് ചോദിക്കത്തില്ല. സോ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസ്റ്റാളിങ്ങോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഈ പാസ്വേഡ് എപ്പോഴെങ്കിലും കൊണ്ടുവരും. അപ്പൊ നമ്മൾ മറന്നു പോകുന്നതിനെക്കാട്ടി നല്ലത് റിക്വയർഡ് മൈ പാസ്വേഡ് ടു ഡു ലോഗിൻ. അതാകുമ്പോൾ നമുക്ക് പാസ്വേഡ് ഓർത്തിരിക്കാൻ കഴിയും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്പിംഗ് ഫയൽസ് ആരംഭിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കില്ല കമാൻഡ് പ്രൊംപ്റ്റോ അതുപോലെ അടുത്ത സ്ക്രീൻ കാണാം. താഴെ കണ്ട ഇതിനകത്തെല്ലാം അവര് കുറെ കൂടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഉബുണ്ടു എന്ന് കിടക്കുന്ന ഭാഗത്തൊക്കെ കൈറ്റോയ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. അതെന്തായാലും ഒരു നല്ല ഐഡിയ തന്നെ. കോപ്പി ഫയൽസ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ഇതിന്റെ ഗ്രബ് കാണാൻ പറ്റും. ഇത് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ Ctrl+F കൊടുത്താൽ മതി. വേണ്ട, വീണ്ടും Ctrl+F കൊടുത്താൽ പഴയതുപോലെ ആവും. Ctrl+F കൊടുക്കുക, കൊടുത്തതിന് ശരി. Ctrl+F കൊടുക്കുക, Ctrl+F. ഓക്കെ, ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇതൊക്കെ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സ്പോട്ടിഫൈ അതിന്റെ സോഫ്റ്റ്വെയർ എന്ന് ഒരു ആപ്പ് ഉണ്ട്. നമ്മുടെയൊക്കെ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ പോലെയും വിൻഡോസിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോർ പോലെയും ഇതിനകത്ത് എന്തുണ്ട്, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് സ്പോട്ടിഫൈ ഒക്കെ കിട്ടും. സ്പോട്ടിഫൈ, VLC, അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ചില ആപ്പുകളൊക്കെ കിട്ടും. ചിലത് നമ്മൾ ഡയറക്റ്റ് ബ്രൗസറിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പൊ ഗൂഗിൾ ക്രോം പോലുള്ള ആപ്ലിക്കേഷനൊക്കെ ചിലതൊക്കെ ഇതിനകത്ത് കിട്ടുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കൂടുതലും ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. കാരണം കൈറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മിക്കതും സ്കൂളിൽ ഉള്ള പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണല്ലോ. ലൈക്ക് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബ്ലെൻഡറും അതുപോലുള്ള ആപ്പൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആണെന്ന് തോന്നുന്നു. നമുക്കിനി അത് ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. അതുവരെ നമുക്ക് കട്ട വെയിറ്റ് ചെയ്യും. അങ്ങനെ ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞ് റീസ്റ്റാർട്ട് കൊടുത്തിരിക്കുകയാണ്. റീസ്റ്റാർട്ടിലേക്ക് ലെറ്റ്സ് ഗോ.
റിമൂവ് ഇൻസ്റ്റാളേഷൻ മീഡിയം എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നമ്മളിവിടെ യൂസ് ചെയ്തത് അതിന്റെ ISO ആണല്ലോ. സോ അതുകൊണ്ട് കുഴപ്പമില്ല. ജസ്റ്റ് എന്റർ ക്ലിക്ക് ചെയ്യുക. പോയാ ഓക്കെ, റീസ്റ്റാർട്ട് ആയെന്നാ തോന്നുന്നത്. യെസ്, റീസ്റ്റാർട്ട്. Kite GNU Linux based on 22.04. പാസ്വേഡ് എന്തായിരുന്നു പറഞ്ഞത്? ശരിയാണല്ലോ. ഇതാണ് നമ്മുടെ കൈറ്റ് ലിനക്സ് OS. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയേണ്ടത് ഇതിന്റെ ടാസ്ക് ബാർ ആണ്. കണ്ടിട്ട് ഒരു മാക്കിന്റെ ലുക്ക് പോലുണ്ട്. വാൾപേപ്പർ ഒക്കെ പണ്ടത്തെ നിന്നും വ്യത്യാസമായി. മറ്റേതൊരു ബ്ലൂ കളർ വാൾപേപ്പർ ആയിരുന്നു, ഇപ്പോൾ ഫ്ലവർ ലൈക്ക് എന്തോ ഒന്നിങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ ഒരു രണ്ട് കുട്ടികളുടെ ഒരു ലോഗോ, അതിനോടൊപ്പം കൈറ്റ് ന്യൂ ലിനക്സ് എന്ന് എഴുതിയിരിക്കുന്നു. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ Ctrl+F ഫുൾ സ്ക്രീൻ ആക്കാം. ഫുൾ സ്ക്രീനിങ് ആണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഫുൾ സ്ക്രീൻ ആയിട്ടിരിക്കുന്നല്ലോ. അതിന് കാരണം എന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇപ്പം അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലെന്ന് തോന്നുന്നു. സംഗതി സിമ്പിൾ ആണ്. ഇങ്ങനല്ല, നേരത്തെ ഷോർട്ട് സ്ക്രീൻ ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, Ctrl+F കൊടുക്കും. ഡിവൈസസിൽ എന്തുവാ ഇൻസേർട്ട് ഗസ്റ്റ് അഡിഷൻ CD ഇമേജ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡിസ്ക് ഫയൽ ഇങ്ങനെ എൻ്റർ ചെയ്ത് വരും. അവിടെ നിൽക്കുമ്പോൾ അതിന്റെ ഫയലിൽ കാണും. ഫയലിൽ കാണിട്ട് അവിടുന്ന് റൈറ്റ് ക്ലിക്ക് നോക്കി ഓപ്പൺ ടെർമിനൽ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ടെർമിനൽ വരും. ടെർമിനൽ വന്നിട്ട് LS എന്ന് മീൻസ് ലിസ്റ്റ് ദ ഐറ്റംസ്. ഇപ്പൊ ആ ഒരു ഫയലിൽ കടന്ന ഐറ്റംസ് എല്ലാം ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുക, അതിന്റെ പേര് എല്ലാം കൂടി. ലിനക്സ് അഡിഷൻസ് ഡോട്ടർ അത് അങ്ങോട്ട് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് നോക്കി കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇവിടെ കണ്ട, ഇവിടെ നമ്മളൊരു കമാൻഡ് ഞാൻ അടിക്കുന്നത് പോലെ തന്നെ അടിക്കണം. സുഡോ സ്പേസ് ./ എന്നിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് നോക്കി ഇതാണത് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് കൊടുത്ത് എന്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ സുഡോ പാസ്വേഡ് എന്ന് കാണിക്കും. അതായത് നമ്മുടെ ആ ലോക്ക് സ്ക്രീനിന്റെ പാസ്വേഡ് അതങ്ങോട്ട് അടിച്ചു കൊടുത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള വിൻഡോസ് കിട്ടും. ഓക്കെ, അതവിടെ നടക്കട്ടെ. നമ്മളെ ബാക്കിയൊക്കെ സോഫ്റ്റ്വെയർസ് ഇതിനകത്ത് സെയിം തന്നെയാണ്. ബ്ലൂ ഫിഷ് എഡിറ്റർ അതുപോലുള്ള കുറച്ച് സോഫ്റ്റ്വെയർ ആണ് ഇതിനകത്ത് പുതുതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അല്ലാതെ പഴയ ഇന്റർഫേസ് തന്നെ. നിങ്ങൾ ഇതിനിടയിൽ 20.4 യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇതാണ് സ്റ്റാർട്ടപ്പ് ഡിസ്ക് ക്രിയേറ്റർ. ഇതുവഴിയാണ് നമ്മുടെ ബൂട്ട് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ബൂട്ട് ഡിസ്ക്, ബൂട്ട് പെൻഡ്രൈവ്, അങ്ങനത്തെ പെൻഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുവഴിയില്ല. ഇതിനകത്ത് ഓവറോൾ ഇതിനകത്ത് ഉള്ളത് തന്നെയാണ്. പിന്നെ ചിലതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. 22.4 തന്നെ ആയതുകൊണ്ട് ഒരു ലേറ്റസ്റ്റിനോട് അടുത്ത് വരുന്ന ഉബുണ്ടു ആയതുകൊണ്ട് ഇതിനകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്.